അങ്ങനെ ആ മാജിക്കലായിട്ടുള്ള ലാൻറ്റേൺ ഫെസ്റ്റിവലൊക്കെ ലാസ്റ്റ് നൈറ്റ് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഇന്ന് നമ്മളിതാ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഫ്രഷ് ആയിട്ട് നമ്മൾ നേരെ പോകുന്നത് ചിയാങ് റായിലോട്ട്. ദാറ്റ്സ് 4 hours ഫ്രോം ചിയാങ് മായ്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, ചിയാങ് റായിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ദ ടെമ്പിൾസ്. നമുക്ക് വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന സ്റ്റേ ആണ്. ആ സ്റ്റേ ഒരു മലയുടെ മുകളിലായതുകൊണ്ട് തന്നെ ഡിന്നറും ലഞ്ചും എല്ലാം നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് വേണം പോകാൻ. അപ്പം നമ്മൾ ഹലാലായിട്ടുള്ള സ്പോട്ട്സ് നോക്കി വന്നപ്പോഴാണ് കേട്ടോ ഈ ഒരു ഏരിയ കണ്ടത്. ഒരു ഭയങ്കര യുണീക്കായിട്ടുള്ള ഒരു ആർക്കിടെക്ചറിലുള്ള മോസ്കും കണ്ടു. നമ്മൾ എത്തിയത് കറക്റ്റ് ലഞ്ചിൻ്റെ ടൈമിലായതുകൊണ്ട് തന്നെ നല്ല സ്പൈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വിത്ത് റൈസാണ് നമ്മൾ ലഞ്ചിന് കഴിച്ചത്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നേരെ പള്ളിയിൽ പോയി ലോഹര നിസ്കരിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടു. നമ്മുടെ ഇനിഷ്യൽ പ്ലാനിലുണ്ടായിരുന്നത് ഇന്നൊരു ടെമ്പിൾ കാണാനും പിന്നെ നെക്സ്റ്റ് ഒരു ടെമ്പിൾ കാണാനായിരുന്നു. നമ്മൾ ആദ്യമേ തന്നെ റിസോർട്ടിൽ നിന്ന് ഇറങ്ങാൻ തന്നെ ലേറ്റ് ആയതുകൊണ്ട് പ്ലാൻ മൊത്തത്തിൽ ലേറ്റായി. അതുകൊണ്ട് ഇന്നത്തെ ടെമ്പിൾ വിസിറ്റ് മിക്കവാറും നടക്കില്ല എന്ന് നമുക്ക് തോന്നി. അതുകൊണ്ട് നമുക്ക് എല്ലാ പ്ലാൻസും റീഷെഡ്യൂൾ ചെയ്യണമല്ലോ. നമ്മുടെ ആദ്യത്തെ പ്ലാൻ നല്ല അടിപൊളിയായിരുന്നു. കാരണം ഇപ്പം തന്നെ സൺസെറ്റിൻ്റെ ഒക്കെ ഒരു ടൈം ആകുന്നതുകൊണ്ട് തന്നെ ഒരു ചെറിയ ട്രെക്കൊക്കെ ചെയ്ത് ഒരു മൗണ്ടൻ ടോപ്പിൽ സൺസെറ്റ് വ്യൂവിലൂടെ ഒരു ടെമ്പിൾ എക്സ്പീരിയൻസ് ചെയ്യാനായിരുന്നു വിചാരിച്ചത്. പക്ഷെ അതൊന്നും നടന്നില്ല. അത് സാരില്ല, എല്ലാം നല്ലതിന്. പോകുന്ന വഴി ഇങ്ങനെ നല്ല അഡ്വെഞ്ചറസ് ആയിരുന്നു കേട്ടോ. എൻ്റെ ഹസ്ബൻഡിനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ല താല്പര്യമാണ്. അങ്ങനെ സൺസെറ്റ് ടെമ്പിളിലും കിട്ടിയില്ല, നമ്മുടെ പുതിയ സ്റ്റേയിലും കിട്ടിയില്ല, ഇങ്ങനെ റോഡിലാണ് നമുക്ക് കിട്ടിയത്. ബട്ട് ദ വ്യൂ വാസ് ബ്രെത്ത് ടേക്കിംഗ്. ഈ ഒരു ഡ്രൈവ് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നില്ലേ എന്ത് ഭംഗിയുള്ള വ്യൂ ആയിരുന്നു എന്നറിയോ. പിന്നെ എനിക്ക് പേഴ്സണലി ചിയാങ് മായും ചിയാങ് റായിലെയും സ്കൈസ്, അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞോന്ന് എനിക്കറിയില്ല, ബട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് ഇവിടുത്തെ സ്കൈനുള്ളത്. എൻ്റെ ഹസ്ബൻഡ് അപ്പോഴും വിട്ടുകൊടുത്തില്ല കേട്ടോ. എത്ര വേഗം എത്താവോ അത്രയും വേഗം എത്താൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തു, എന്തെങ്കിലും ഒന്ന് ആ സ്റ്റേന്ന് കാണാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ ഈ സ്റ്റേയിൽ വിൻഡോസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ഇല്ല. അപ്പോൾ പിന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് സൺസെറ്റൊക്കെ എന്ത് രസമായിരിക്കും. അങ്ങനെ ദാ ഫൈനലി നമ്മൾ നമ്മുടെ ബ്യൂട്ടിഫുൾ സ്റ്റേയിലെത്തി. ഇത് നോക്ക് നിങ്ങൾ, ദ സ്റ്റേ ഇസ് ലിറ്ററലി ഓപ്പൺ എന്ന് പറഞ്ഞാൽ ടബാണെങ്കിലും എല്ലാം മൊത്തം ഓപ്പണാണ്. ദർ ഇസ് നോ ഗ്ലാസ്. അങ്ങനെ ഭാഗ്യത്തിന് നമുക്ക് ചെറിയൊരു സൺസെറ്റെങ്കിലും കിട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ നമ്മൾ ഈ സ്റ്റേ ഉള്ളത്. ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള മൗണ്ടൻ ടോപ്പിലാണ് ആൻഡ് ഇറ്റ്സ് റൺ ബൈ എ ഗേൾ നെയിംഡ് വാന. എവിടെ നോക്കിയാലും ഗ്രീൻ ആയിട്ടുള്ള മൗണ്ടൻസ്. ഞാൻ ദുബായിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു കാര്യമാണിത്. ദുബായിൽ കുറേ മൗണ്ടൻസ് ഉണ്ടെങ്കിലും എല്ലാം സ്റ്റോണും റോക്സും ഒക്കെ വെച്ചിട്ട് പ്ലെയിൻ ബ്ലാൻഡാണ്. നാട്ടിലെ പോലത്തെ ഇങ്ങനത്തെ മൗണ്ടൻസ് കണ്ടതിൻ്റെ ഒരു സന്തോഷമാണ് എനിക്ക്. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് പാക്ക് ചെയ്ത് ഡിന്നറെല്ലാം കഴിച്ചിട്ട് കിടന്നുറങ്ങി. ഡേ ടൈമിലുള്ള വ്യൂ ഇങ്ങനെയാണ്. അങ്ങനെ നമ്മൾ വാനനോട് ബായ് എല്ലാം പറഞ്ഞ് നമ്മുടെ പ്ലാൻ റീസ്റ്റാർട്ട് ചെയ്തു, അതായത് നമ്മുടെ ടെമ്പിൾ വിസിറ്റ്സ്. അങ്ങനെ വീണ്ടും നമ്മുടെ കണക്ക് കൂട്ടലുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്നും നമുക്ക് ഒരു ടെമ്പിളെ കാണാൻ പറ്റുള്ളൂ എന്നുള്ള സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കി. സോ നമ്മൾ വൈറ്റ് ടെമ്പിളിലേക്ക് പോകാനാണ് ഫൈനലി ഡിസൈഡ് ചെയ്തത്. കാരണം ഇന്ന് തന്നെയാണ് നമുക്ക് പിന്നെയും 4 hours ഡ്രൈവ് ചെയ്തിട്ട് തിരിച്ച് ചിയാങ് മായിലോട്ട് പോകേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ വൈറ്റ് ടെമ്പിളും ബ്ലൂ ടെമ്പിളും അടുത്തടുത്താണ് കേട്ടോ. നമ്മൾ പിന്നെ വൈറ്റ് ടെമ്പിൾ മാത്രം കാണാമെന്ന് വിചാരിച്ചു. കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ സ്കൈസിൻ്റെ കാര്യം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഒരു പെയിൻറ്റിങ് പോലെയില്ലേ കാണാൻ. ഈ ഒരു ഷോട്ട് നോക്കി നോക്ക്. ഇത് ശരിക്കും പറഞ്ഞാൽ നേരിട്ട് കാണുന്നതും ഈ ഫോണിൽ കൂടെ കാണുന്നതും നല്ല വ്യത്യാസമുണ്ട്. ഇങ്ങനെ നല്ല ഫ്ലഫി ആയിട്ടുള്ള കോട്ടൺ പോലെയാണ് എനിക്ക് തോന്നിയത്. ഇനി ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മൾ നേരെ വൈറ്റ് ടെമ്പിൾ കണ്ടു കഴിഞ്ഞിട്ട് ഇന്ന് രാത്രി തന്നെ തിരിച്ച് ചിയാങ് മായിൽ പോകും. കാരണം നമ്മൾ ഓർക്കുന്നുണ്ടോ നിങ്ങൾ, ചിയാങ് മായിൽ എത്തിയിട്ട് ആകെ ലാൻറ്റേൺ ഫെസ്റ്റിവൽ മാത്രം കണ്ടിട്ട് പിറ്റേന്ന് രാവിലെ ചിയാങ് റായിലേക്ക് പോകുന്നതല്ലേ. അതുകൊണ്ട് നമുക്ക് ചിയാങ് മായ് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ ടൈമൊന്നും കിട്ടിയില്ല. സോ ഇന്ന് ചിയാങ് മായിലെ നൈറ്റ് മാർക്കറ്റ്സ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പിറ്റേന്ന് പോകാനുള്ള കുറച്ച് ഐക്കോണിക് ആയിട്ടുള്ള സ്പോട്ട്സിൽ പോയിട്ട് നമുക്ക് രാത്രി ബസ് ഉണ്ട് ബാങ്കോക്കിലേക്ക്. അന്ന് തന്നെ ഒരു 1 hour ഗ്യാപ്പിൽ നമുക്ക് ബാങ്കോക്കിൽ നിന്ന് ഫുക്കറ്റിലോട്ട് ഫ്ലൈറ്റ് ഉണ്ട്. ഫുക്കറ്റ് ഇസ് ആ ലാസ്റ്റ് സ്റ്റോപ്പ് ഇൻ ദ തായ്ലൻഡ് ട്രിപ്പ് ആൻഡ് അവിടെയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പാരൻസ് നമ്മളെ ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മളിതാ വൈറ്റ് ടെമ്പിൾ എത്തി. വൈറ്റ് ടെമ്പിളിൻ്റെ എൻട്രൻസിൽ ഇങ്ങനെ കുറേ മാൻമെയ്ഡ് ആയിട്ടുള്ള ഫൗണ്ടൻസ് ഒക്കെ ഉണ്ട്. പിന്നെ എനിക്ക് എന്താ അറിയില്ല, ഈ ഒരു ഫുട്ടേജ് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഈ ഒരു ഏരിയ തന്നെ ഭയങ്കര എന്താ പറയുക പീസ്ഫുള്ളായിട്ട് തോന്നി. ഈ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്യു ഇരിക്കുന്നതും അതിന് ചുറ്റിനുമുള്ള പച്ചപ്പും എല്ലാം കൂടെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ വൈറ്റ് ടെമ്പിൾ. പേര് പോലെ തന്നെ ഇറ്റ് ഇസ് സൂപ്പർ വൈറ്റ്.
അതിൻ്റെ മുന്നിലാണ് ഇങ്ങനെ ഒരു ഗോൾഡൻ കളർ സ്റ്റാച്ചു. ഇത് എന്താ ഡിപ്പിക്റ്റ് ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ പോയ സമയത്ത് ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ്. കാരണം ചിയാങ് റായിൽ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ മെയിനായിട്ട് ടെമ്പിൾസാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വൈറ്റ് ടെമ്പിൾ ഒരു മെയിൻ സ്പോട്ട് ആയതുകൊണ്ട് തന്നെ നമുക്കറിയായിരുന്നു അത്യാവശ്യം തിരക്കുണ്ടാകും എന്നുള്ളത്. പിന്നെ ഈ ടെമ്പിളിൽ മുക്കിലും മൂലയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ബെൽസ് ഉണ്ടായിരുന്നു, വലുതും ചെറുതും ഒക്കെ ആയിട്ട്. തായ്ലൻഡിൽ മൊത്തത്തിൽ നമ്മൾ പോയ ഈ ഒരു ടൈമിൽ വലുതായിട്ട് വെയിലൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ചെറിയൊരു ചൂടുണ്ടെന്നല്ലാണ്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലത്തെ തായ്ലൻഡിൻ്റെ വെയിലുണ്ടായില്ല. ഇവിടെ തന്നെ നമ്മൾ ഈ ടെമ്പിളിൽ വന്നപ്പോൾ തന്നെ ഒരു മൊത്തത്തിൽ ക്ലൗഡി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അധികം വെയിലൊന്നും ഇല്ലാണ്ട് നമുക്ക് വീഡിയോയിൽ തന്നെ കാണുന്നില്ലേ, നല്ല പ്ലെസൻ്റ് ആയിരുന്നു വെതർ. ഇത് അത്യാവശ്യം നല്ല നട്ടുച്ചയാണ് കേട്ടോ, ഒരു 2 o'clock ഒക്കെയാണ്. നമുക്ക് അധികം ലേറ്റ് ആകാൻ പറ്റില്ല, കാരണം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അത്യാവശ്യം നല്ലൊരു വലിയ ഡ്രൈവ് ഉണ്ട് ചിയാങ് മായ് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പതുക്കെ പോകാമെന്നും പറഞ്ഞ് ഇറങ്ങി. അത് നന്നായി എന്ന് തോന്നിയത് വണ്ടി കയറിയതിന് ശേഷമാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ ക്ലൗഡി ആയിരുന്നു എന്ന്. അത് നല്ല അടിപൊളി മഴ പെയ്യാനായിരുന്നു. ഈ ഒരു തായ്ലൻഡ് ട്രിപ്പ് എനിക്ക് ശരിക്കും ഭയങ്കര ഹോൾസം ആയിരുന്നു. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ലാൻറ്റേൺ ഫെസ്റ്റിവൽ കാണാൻ പറ്റി. ഉപ്പാക്കും ഉമ്മാക്കും ജിമുനും നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ സത്യം പറയാലോ എനിക്ക് നാട് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. സ്പെഷ്യലി നാട്ടിലത്തെ ആ ഒരു ഭംഗിയും ആ ഒരു പച്ചപ്പൊക്കെ അതെനിക്ക് നല്ലോണം തായ്ലൻഡിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. പിന്നെ ഞാൻ ഇഷ്ടം പോലെ റീൽസ് കാണുന്നുണ്ടായിരുന്നു നാട്ടിൽ മഴ പെയ്യുന്നതിൻ്റെ. അപ്പോൾ എനിക്ക് അതും ഇവിടുത്തെ ഈ ട്രിപ്പിൽ കിട്ടി. ഹസ്ബൻഡാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ എല്ലാ വൈഫ്സിനെയും പോലെ തന്നെ എൻ്റെ ഡ്യൂട്ടിയും വണ്ടിയിൽ സൈഡിലിരിക്കും റെസ്റ്റോറൻറ്റ്സ് നോക്കുക, പാട്ട് മാറ്റുക, ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചൊരു ഹലാലായിട്ടുള്ള ബർഗർ സ്പോട്ടിനാണ് നമ്മൾ ആ ബർഗർ കഴിച്ചത്. ഇറ്റ് വാസ് അമേസിങ്. എന്നിട്ട് നമ്മൾ നേരെ പോയത് നമ്മുടെ സ്റ്റേയിലോട്ടാണ്. ആൻഡ് സ്റ്റേ എന്ത് ക്യൂട്ടായിരുന്നു. അതിനകത്ത് ഫുൾ ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള ഫിഗറീൻസും വാൾ ഡെക്കോറും ഒക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യാണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. മഴയും രാത്രിയും ഒന്നും ഒരു പ്രശ്നമായിരുന്നില്ല. ബിക്കോസ് ഇതൊരു വീക്കെൻഡ് ആയിരുന്നു. ആൻഡ് വീക്കെൻഡ്സ് തായ്ലൻഡിൽ സ്പെഷ്യലായിട്ടുള്ള നൈറ്റ് മാർക്കറ്റ്സ് കാണും. എന്നാൽ ബാക്കിയുള്ള ഡേയ്സിനെക്കാട്ടി കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് വീക്കെൻഡ് നൈറ്റ് മാർക്കറ്റ്സിൽ കിട്ടും. ഇതൊരു ടിപ്പായിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചോ. അതുകൊണ്ട് ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യാണ്ട് നമ്മൾ രാത്രി തന്നെ ഇറങ്ങി. ഇപ്പം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും കുറേ പേരൊക്കെ എല്ലാം അടച്ചുപൂട്ടി പോകാനായി. ബട്ട് എന്നാലും ഞാനൊന്ന് ഓടിച്ചിട്ടൊക്കെ നോക്കി. പിന്നെ അതേപോലെ തന്നെ ചിയാങ് മായിലും തായ്ലൻഡിലൊക്കെ നൈറ്റ് മാർക്കറ്റ്സും ഭയങ്കര പോപ്പുലറാണ്. അപ്പോൾ നമ്മളിപ്പോൾ കിട്ടുന്ന ആകെയുള്ളൊരു നൈറ്റാണല്ലോ ഇത്. അപ്പോൾ ഈ നൈറ്റ് ബസാറിലേക്കാണ് നമ്മൾ വന്നത്. എൻ്റെ ഹസ്ബൻഡിന് നമ്മൾ തായ്ലൻഡിൽ എത്തുന്നതിന് മുന്നേ തൊട്ട് ആൾ പ്ലാൻ ചെയ്യാണ് ഇങ്ങനത്തെ ഒരു റെസ്ലിംഗ് മാച്ച് കാണണം, അല്ലെ ഒന്നെങ്കിൽ മോത്തായ് അല്ലെങ്കിൽ കിക്ക് ബോക്സിങ്, അങ്ങനത്തെ എന്തെങ്കിലും ഒരു മാച്ച് കാണണം എന്ന്. കാരണം ആൾ ഹീസ് ഇൻ ടു ഓൾ ദിസ്. അങ്ങനെ നമ്മൾ മാച്ചിന് ടൈമിങ്സ് ഒക്കെ നോക്കി വെച്ചിട്ട് പിന്നെയും ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങി. ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് വിൻഡോ ഷോപ്പിംഗ് പോലെ എല്ലാം നോക്കി കണ്ട് നടന്ന് ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രം വാങ്ങി. അങ്ങനെ നമ്മൾ നേരെ വന്നത് ഈ ഒരു മാച്ച് കാണാനാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ മുഖം കണ്ടാൽ അറിയാം ആളിങ്ങനെ നല്ല എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്താ സംഭവിക്കാൻ പോകണേന്നും. ലൈവായിട്ട് കാണില്ലേ, അത് വേറെ തന്നെ ഒരു ഫീലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഇതിൻ്റെ കോച്ചിങ്ങിനൊക്കെ പോകുന്നുണ്ടെങ്കിലും എനിക്കിത് ലൈവായിട്ട് കണ്ടപ്പോൾ പേടിയായി. കാരണം എന്ത് ഫാസ്റ്റായിട്ട് അവരുടെ മൂവ്മെൻറ്റ്സും. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ലൈവായിട്ടുള്ള റെസ്ലിംഗ് പോലത്തെ മാച്ചൊക്കെ കാണുന്നത്. ആൻഡ് ഇറ്റ് വാസ് ആക്ച്വലി എൻ്റർടൈനിങ്. നിങ്ങൾ ഇതേപോലെ തായ്ലൻഡിൽ പോകുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും, നിങ്ങളൊരു സൂവനീറായിട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ നല്ല ചീപ്പായിട്ട് പാസ്പോർട്ട് പൗച്ചസ് കിട്ടും. നമ്മളിങ്ങനെ നാട്ടിലൊക്കെ ഞാൻ കോഴിക്കോട് കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ വലിയ വലിയ ബുട്ടീക്സും ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ബ്രാൻഡ്സൊക്കെ ഇത് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പാസ്പോർട്ട് പൗച്ചസ് നമുക്ക് നമ്മുടെ പാസ്പോർട്ട് അതിൽ വെച്ച് സിം കാർഡ്സ്, ATM കാർഡ്സ് ഒക്കെ വെച്ച് നല്ല ഹാൻഡി ആയിട്ടുള്ളൊരു സാധനമാണ്. പക്ഷെ അത് അവർ നല്ല വിലയിലായിരുന്നു സെല്ല് ചെയ്യുന്നത്. അത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തിട്ടാണ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം തായ്ലൻഡിൽ അത് നല്ല ചീപ്പായിട്ടും കിട്ടും, നല്ല ഹൈ ക്വാളിറ്റിയുമാണ്. കുറേ ഓപ്ഷൻസ് ഓഫ് കളേഴ്സ് ആൻഡ് കസ്റ്റമൈസേഷനും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് തിരിച്ച് റൂമെത്തി കിടന്നുറങ്ങി. ഇത് രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കുഴപ്പമില്ലായിരുന്നു, കാരണം ഞാൻ സേഫായിട്ടാണ് കഴിച്ചത്. സിനമൺ ഫ്രഞ്ച് ടോസ്റ്റാണ് ഓർഡർ ചെയ്തത്. എൻ്റെ ഹസ്ബൻഡ് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റാണ് ഓർഡർ ചെയ്തത്. അതിനകത്ത് ബേക്കൺ കാണും, പക്ഷെ അത് ഹലാലായിട്ടുള്ള ബേക്കണാണ്. അത് വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമ്മുടെ ഈ സ്റ്റേയിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു വലിയ ലേക്ക് ഉണ്ട്. പിന്നെ നല്ല മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ കലങ്ങിയിരിക്കുകയാണ്. മൊത്തത്തിൽ ഈ പ്രോപ്പർട്ടി ഈസ് സോ പ്രിറ്റി. ചെറുതാണെങ്കിലും ഭയങ്കര ക്യൂട്ടാണ്. എനിക്ക് ഈ ഒരു റിസോർട്ടിനെ പറ്റി പറയാനുള്ളത് ഇറ്റ്സ് എ
ക്യൂട്ട് റിസോർട്ട്. ഇവിടുത്തെ എസ്തറ്റിക്സ് ആണെങ്കിലും ഇവിടെ ഇൻറ്റീരിയർ ഡിസൈനിങ് ആണെങ്കിലും അവരുള്ളിൽ വെച്ചേക്കുന്ന ഓരോ സാധനങ്ങളാണെങ്കിലും എന്ത് ക്യൂട്ടാണ്. ഇത് കണ്ടില്ലേ നിങ്ങൾ? ഈ പ്ലാന്റേഴ്സൊക്കെ എല്ലായിടത്തും നോക്കിയാലും നമുക്ക് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളാണ് കാണാൻ പറ്റുക. അതുകൊണ്ട് തന്നെ ഞാൻ ഇറങ്ങുന്ന സമയത്ത് അവരോട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് ഈ സംഭവങ്ങളൊക്കെ വാങ്ങിയത്? കുറേ സെറാമിക് ആയിട്ടുള്ള പോട്ട്സും പ്ലാന്റേഴ്സും അല്ലാണ്ട് തന്നെ ഫിഗറീൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതാ കണ്ടില്ലേ ഈ ലെഫ്റ്റ് സൈഡിൽ അങ്ങനത്തെ കുറേ സാധനങ്ങളുള്ളൊരു സ്റ്റേ ആയിരുന്നു ഇത്. അങ്ങനെ ഞാൻ അവരോട് ചോദിച്ചു, അവരെനിക്കൊരു ലിസ്റ്റൊക്കെ പോലെ ടൈപ്പൊക്കെ ചെയ്ത് തന്നു. അവിടുന്ന് നമ്മൾ നേരെ ഇറങ്ങിയത് ഒരു ഐക്കോണിക് ആയിട്ടുള്ള സ്പോട്ടിലേക്കാണ്. ചിയാങ് മായിൽ കാബ് ക്യാഫെ എന്നാണ് പറയുക. കാബ് ക്യാഫെ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, കോയ് ഫിഷസ് ആണ്. അത് തായ്ലൻഡിൻ്റെ ഒരു മെയിൻ സംഭവമാണ്. പ്രോസ്പെരിറ്റിയും ലക്കും ഗുഡ് ചാമും ഒക്കെ കൊണ്ടുവരുന്ന ഒരു ഫിഷാണെന്നാണ് അവർ ബിലീവ് ചെയ്യുന്നത്. അപ്പോൾ തായ്ലൻഡിൽ നമ്മൾ ഏതൊക്കെ റെസ്റ്റോറൻറ്റ്സിൽ പോയാലും കുറേ അടുത്ത് നമുക്ക് ഈ ഫിഷസ് കാണാൻ പറ്റും. ഇത് ബട്ട് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കോയ് ഫിഷസിൻ്റെ ഒരു ക്യാഫെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പേര് തന്നെ കാബ് ക്യാഫെ എന്നാണ്. ഇത് കണ്ടില്ലേ നിങ്ങൾ? ഇസ്ന്റ് ഇറ്റ് ഗോർജിയസ്? ഒരു വലിയൊരു മാൻമെയ്ഡ് ആയിട്ടുള്ളൊരു പോണ്ട് പോലത്തെ സ്ഥലത്തിൻ്റെ ഉള്ളിലാണ് ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത്. റെസ്റ്റോറൻറ്റ് അല്ല, ഒരു ക്യാഫെ. ആൻഡ് ഇറ്റ്സ് സോ പ്രിറ്റി. നമുക്ക് ഇവർക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. ഇവിടെ തന്നെ നമുക്ക് ബോട്ടിൽസ് വാങ്ങാൻ പറ്റും, ഫിഷ് ഫുഡുള്ള ബോട്ടിൽസ്. അത് കൊടുക്കുകയാണെങ്കിൽ അവർ നമ്മുടെ അടുത്തേക്ക് വരും. പിന്നെ നമ്മൾ പോയ സമയത്ത് നല്ലോണം മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതാണ് നിങ്ങൾ കാണുന്നത്. അല്ലെങ്കിലേ ഡ്രോപ്ലെറ്റ്സ് വീഴുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ വെള്ളം ലീക്കാവുന്നുണ്ട്, പിന്നെ പോണ്ട് ഉണ്ട്. മൊത്തത്തിൽ വെള്ളത്തിൽ മുങ്ങി കുളിച്ചിരിക്കുകയായിരുന്നു. റെസ്റ്റോറൻറ്റിൻ്റെ ആ ഒരു ഇൻറ്റീരിയേഴ്സ് നോക്കുകയാണെങ്കിൽ കുറേയൊക്കെ ഇങ്ങനെ അഴുക്ക് പിടിച്ചിരിക്കുന്ന പോലെയും കുറച്ച് ഡേർട്ടി ആയിട്ടൊക്കെ പോലെ തോന്നും. ബട്ട് ഐ ഡോണ്ട് തിങ്ക് അത് അവരുടെ ഫുഡ് ക്വാളിറ്റീനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അതൊക്കെ ഹൈജീനിക് ആയിട്ട് തന്നെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തത്. ഇങ്ങനെ കാണുമ്പോഴും നിങ്ങൾക്ക് തോന്നുന്നില്ലേ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ആ ഒരു ഹ്യൂമിഡ് ആയിട്ടുള്ള വെള്ളവും മഴയും. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ മഴയൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിലും നനയാനും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതിനൊരിത്തിരി പ്രിപ്പയർഡ് ആയിരിക്കണം. അല്ലാണ്ട് ഇങ്ങനെ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകാൻ വേണ്ടി ഡ്രസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ മുടിയൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ചെയ്ത് വെക്കുന്ന സമയത്ത് മഴ നനയുമ്പോൾ എനിക്ക് ഇത്തിരി വിഷമമാണ്. പിന്നെ അവിടുത്തെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ്സ് ആവറേജ്, അല്ലാണ്ട് എക്സ്ട്രോർഡിനറിയോ അല്ല. അത്ര നല്ലതായിട്ടും എനിക്ക് തോന്നിയില്ല. ഭയങ്കര ബേസിക് ആയിട്ടാണ് തോന്നിയത്. അവിടെ മെയിനായിട്ട് ആൾക്കാർ പോകുന്നത് ഈ ഫോട്ടോസ് എടുക്കാനാണ്. കൂടുതലും സീ ഫുഡാണ്. അവിടെ നമ്മൾ നേരെ പോയതാണ് അടുത്ത ഐക്കോണിക് ആയിട്ടുള്ള സ്പോട്ട് വൺ നിമിൻ. വൺ നിമിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം തന്നെ നോട്ട് ചെയ്ത് വെച്ചോ. തായ്ലൻഡിൽ ചിയാങ് മായിൽ പോകുന്നുണ്ടെങ്കിൽ വൺ നിമിൻ മിസ്സാക്കരുത്. ഇതിങ്ങനെ ഒരു കോംപ്ലക്സ് ആണ്, ബോത്ത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്. ഉള്ളിലും കുറേ ഷോപ്സ് ഉണ്ട്, പുറത്തും ഇങ്ങനെ കുറേ ഷോപ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് കുറേ യുണീക്കായിട്ടുള്ള സാധനങ്ങൾ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞ നേരത്തെ പാസ്പോർട്ട് സൂവനീർ അല്ലേ, അതാണിത്. ബേസിക്കലി നമുക്ക് ഈ കളർ ചൂസ് ചെയ്യാം പാസ്പോർട്ട് പൗച്ചിൻ്റെ. പിന്നെ അവർ എന്ത് ആൽഫബറ്റ്സ് ആണ് വെക്കേണ്ടതെന്ന് പറയും. ആൻഡ് ബാഡ്ജസും ചാംസും ഒക്കെ നമുക്ക് തന്നെ ചൂസ് ചെയ്യാം. ഇനിയും കൂടുതൽ നേരെ ഇവിടെ നിന്ന് ശരിയാവില്ല എന്ന് ആലോചിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ സ്റ്റേയിൽ പോയി ലഗേജൊക്കെ എടുത്ത് ബസ് പിടിക്കാൻ വേണ്ടി പോയി. ബസ്സൊക്കെ അൽഹംദുലില്ലാ നമുക്ക് കറക്റ്റായിട്ട് കിട്ടി. നമ്മൾ ബാങ്കോക്ക് എത്തി. അപ്പോഴാണ് ആ സംഭവം നടക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് ആളുടെ ഫോൺ ബസ്സിൽ മറന്നു വെച്ചു. ആൻഡ് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. കാരണം വിത്തിൻ 1.5 hours നമുക്ക് അടുത്ത ഫ്ലൈറ്റാണ് ഫുക്കറ്റിലോട്ട്. ഈ ഫ്ലൈറ്റ് മിസ്സാവണ എല്ലാം കൊളാകും. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉപ്പയും ഉമ്മയും അവിടെ ഫുക്കറ്റിലെത്തും. അവർ തായ്ലൻഡിലേക്ക് ആദ്യമായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അവർക്ക് എങ്ങനെയാണ് സ്റ്റേയിലെത്തേണ്ടതെന്ന് അറിയില്ല. ഇങ്ങനെ ഒരുപാട് ടെൻഷൻ അടിച്ചിരുന്ന ഒരു സമയമായിരുന്നു. പക്ഷെ അൽഹംദുലില്ലാ നമ്മൾ കയറിയ ടാക്സി ഡ്രൈവർ നമ്മളോട് പറഞ്ഞു പേടിക്കണ്ട, അയാൾ വിളിച്ച് നോക്കാമെന്നും പറഞ്ഞിട്ട് അയാൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആ ബസ് ഡ്രൈവറിനെ വിളിച്ച്. ബസ് ഡ്രൈവർ ഫോണൊന്നും എടുത്തില്ല, പക്ഷെ അയാൾക്ക് അറിയായിരുന്നു എവിടെയാണ് ഈ ബസ്സസ് പാർക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് എൻ്റെ ഹസ്ബൻഡിന് ആ ഫോൺ കിട്ടി. ഓ മൈ ഗോഡ്, ആ ടെൻഷൻ്റെ കാര്യം വേറെ ആർക്കും അറിയില്ല. ഉപ്പാക്കും പോലും അറിയില്ല. അവർ പോലും ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും ഇത് അറിയുന്നത് തന്നെ. പിന്നെയുള്ള കാര്യങ്ങൾ അൽഹംദുലില്ലാ നല്ല സ്മൂത്ത് ആയിരുന്നു. നമ്മൾ അവരെ മീറ്റ് ചെയ്തു. നേരെ ഫുക്കറ്റിലെ സ്റ്റേയിലോട്ട് പോയി. എൻ്റെ ഹസ്ബൻഡ് ചെക്ക് ഇൻ ചെയ്യാണ്. ഞാൻ ഈ റിസോർട്ടൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കുക. ഈ ഒരു പ്രോപ്പർട്ടിയിൽ നമ്മൾ ആകെ ഈ ഒരു 1 night മാത്രമേ ഉള്ളൂ. കാരണം നെക്സ്റ്റ് ഡേ നമ്മൾ തിരിച്ച് ഫുക്കറ്റ് പ്രോപ്പർ ടൗണിലോട്ട് പോവാണ്. നമ്മൾ കുറേ ബീച്ച് ഫ്രണ്ട് ആയിട്ടുള്ള റൂംസ് നോക്കിയിരുന്നു നമ്മൾ ദുബായിലുള്ളപ്പോൾ തന്നെ. പക്ഷെ എല്ലാം ഫുള്ളി ബുക്ക്ഡ് ആയിരുന്നു. അതുകൊണ്ട് പിന്നെ ഇങ്ങനൊരു റിസോർട്ട് എടുത്തു. ഇത് ജസ്റ്റ്
വാക്കിംഗ് ഡിസ്റ്റൻസാണ് നമ്മുടെ റൂമിൽ നിന്ന് ബീച്ചാണ് നേരെ കാണാൻ പറ്റുക. തായ്ലൻഡ് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, കുറച്ച് റിലാക്സ്ഡ് ആൻഡ് ലേഡ് ബാക്ക് ആയിട്ടുള്ളൊരു ട്രിപ്പാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനത്തെ ബീച്ച് ഫ്രണ്ട് ആയിട്ടുള്ള റൂംസ് ആൻഡ് റിസോർട്ട്സ് എടുക്കുന്നത് ഭയങ്കര കൺവീനിയൻ്റ് ആയിരിക്കും. കാരണം ഭയങ്കര പീസ്ഫുൾ ആയിരിക്കും, ആൾക്കാരുണ്ടാവില്ല, തിരക്ക് കുറവായിരിക്കും, നമ്മൾക്ക് നമ്മുടേതായ ഒരു പേഴ്സണൽ ടൈപ്പ് ഓഫ് ഒരു ബീച്ച് സെറ്റപ്പ് കിട്ടുകയും ചെയ്യും. നമ്മൾക്കത് ഫുള്ളി ബുക്ക്ഡ് ആയിരുന്നു, കാരണം നമ്മൾ നോക്കിയപ്പോഴേക്കും എല്ലാം തീർന്നുപോയി. അങ്ങനെ രാത്രി നമ്മൾ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇവിടെയാണെങ്കിൽ ഒരു കിഡ്സ് സ്വിമ്മിംഗ് പൂൾ ഏരിയ ഉണ്ടായിരുന്നു, ഭയങ്കര യുണീക്ക് ആയിരുന്നു, കാരണം ബീച്ച് പോലെ തന്നെ ഉണ്ടായിരുന്നു അവിടുത്തെ പൂളും. അങ്ങനെ എൻ്റെ ബേബീനെ അവിടെ ഇറക്കി കുറച്ച് നേരം കളിച്ച് നമ്മളിതാ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഇവിടുത്തെ സ്ട്രീറ്റ്സ്. ഈ യെല്ലോ കളർ ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടു. ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആ ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങി. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഹലാലായിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ വന്നു. ഇത് കണ്ടില്ലേ, ഫിഷസൊക്കെ ലൈവായിട്ട് നമുക്ക് ചൂസ് ചെയ്തിട്ട് അവരുണ്ടാക്കി തരും. എന്നിട്ട് നമ്മൾ ഉപ്പാനെയും ഉമ്മാനെയും ഒരു മസാജിന് വേണ്ടിയിട്ട് കയറ്റി. നമ്മൾ പിന്നെ അവിടെ വെറുതെ ഒരു വാക്കിന് വേണ്ടി പോയി. ബേബി ഉള്ളതുകൊണ്ട് തന്നെ അവൾക്ക് നടക്കാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അവളാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിൽക്കുന്നുണ്ടായില്ല, അവൾ ഫുൾ ഓടി നടക്കുമായിരുന്നു. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ റെഗുലറായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയിക്കാൻ ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു ഹോബിയാണ് ഇങ്ങനെ പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ സൂപ്പർ മാർക്കറ്റ്സ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത്. അത് ഞാൻ ഒട്ടും മുടക്കാണ്ട് തന്നെ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്ന് എന്തെങ്കിലും വെറൈറ്റി ഒക്കെ കാണുമല്ലോ, അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കയറുന്നത്. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ഭയങ്കര യുണീക്കായിട്ടുള്ള സാധനങ്ങളായിരുന്നു. ആനിമൽസിൻ്റെ ഓരോ ബോഡി പാർട്സും അതും ഇതുമൊക്കെ എനിക്ക് ഒട്ടും അപ്പീലിംഗ് ആയിരുന്നില്ല. അപ്പം ഞാൻ ആ സെക്ഷനിൽ പതുക്കെ മാറി തിരിഞ്ഞ് നോക്കുമ്പോണ്ട് എല്ലായിടത്തും കുറേ അങ്ങനത്തെ സാധനങ്ങൾ തന്നെയായിരുന്നു. അങ്ങനെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ റൂമിൽ പോയി കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ തന്നെ നമ്മൾ കമല ബീച്ചിലോട്ടാണ് പോയത്. ഇവിടെയാണ് ഇനി നമ്മുടെ നെക്സ്റ്റ് 4 days ഇൻ ഫുക്കറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. സൺവെങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിസോർട്ടിലാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്തത്. ഇറ്റ് വാസ് ഹ്യൂജ് ആൻഡ് ഇവിടെ 8 സ്വിമ്മിങ് പൂൾസ് ഉണ്ട്. അപ്പം ജസ്റ്റ് നമ്മൾ ലാൻഡ് ചെയ്തല്ലേ ഉള്ളൂ ഈ ഒരു റിസോർട്ടിൽ. അപ്പോൾ എന്താ സംഭവം, പൂൾസൊക്കെ ഒന്ന് കാണാനും ഒക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങി. സത്യമാണ്, 8 പൂൾസ് ഉണ്ട് ആൻഡ് ഭയങ്കര വലിയ പൂൾസാണ്, നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ. അങ്ങനെ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി എവിടെ എന്തൊക്കെയാണ് ചെയ്യണ്ടേ ചെറുതായിട്ടൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടൊക്കെ നമ്മളിങ്ങനെ നടക്കുക. പിന്നെ ഇവളുടെ കാര്യം പിന്നെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഇവരുടെ കൂടെ നല്ല ഹാപ്പി ആയിരുന്നു. ആൻഡ് അത് കണ്ടപ്പോൾ നമ്മളും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ലാസ്റ്റ് ടൈം നമ്മൾ നാട്ടിൽ പോയപ്പം ഇതിലും ചെറുതായിരുന്നു ആൻഡ് ആരടുത്തും പോകില്ലായിരുന്നു. ഇപ്രാവശ്യം അവൾ കുറേ മാറി, മാഷാല്ലാ. അവളെല്ലാവരുടെ അടുത്തും പോകുന്നുണ്ടായി. ഇവരുടെ അടുത്തും മാത്രമല്ല, ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തും വെയിട്രസസിൻ്റെ അടുത്തും എല്ലാവരും ഇവളെ കുറേ കളിപ്പിച്ച് അവളതൊക്കെ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ആക്ച്വലി സ്പീക്കിംഗ്, ഇവൾ ജനിച്ചതിന് ശേഷം ഇവൾ ഇത്രയും എൻജോയ് ചെയ്തൊരു ട്രിപ്പ് തായ്ലൻഡ് ട്രിപ്പായിരുന്നു. അങ്ങനെ ഇതാണ് കേട്ടോ കമല ബീച്ച്. ഇവിടെ ഇങ്ങനെ കുറേ വാട്ടർ ആക്ടിവിറ്റീസും വാട്ടർ സ്പോർട്സും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇത് ചെയ്യണം എന്നുണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ഈ ഒരു പാരഷൂട്ടിന് വലിയ ആവതുള്ള പോലെ എനിക്ക് തോന്നിയില്ല. കുറച്ച് പഴക്കമുള്ള പോലെ തോന്നി. ആ ഒരു ചെറിയ പേടിയുള്ളതുകൊണ്ട് നമ്മളത് ചെയ്തില്ല. പിന്നെ നമ്മൾ നേരെ പോയത് ഒരു ഹലാൽ റെസ്റ്റോറൻറ്റിലേക്കാണ് ലഞ്ച് കഴിക്കാൻ. ഇതാണ് കേട്ടോ ഓണർ. ആൻഡ് ദ ഫുഡ് വാസ് സോ ഗുഡ്. നിങ്ങളിങ്ങനെ ഹലാൽ റെസ്റ്റോറൻറ്റ്സ് തപ്പിപ്പോകുന്ന ആൾക്കാരാണെങ്കിൽ, തായ്ലൻഡ് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ മെസ്സേജ് അയച്ചാൽ മതി, ഓർ കമൻറ്റ് ചെയ്താൽ മതി ഇതിൽ, ആൻഡ് ഐ വിൽ ടെൽ യു ഓൾ ദ സ്പോട്ട്സ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ രാത്രി കാട്ടാനായിട്ട് എന്ന് പറഞ്ഞിട്ടുള്ള നൈറ്റ് മാർക്കറ്റിലേക്കാണ് പോയത്. ഇവിടെ നമ്മൾ എത്തിയപ്പോഴേക്ക് നല്ല ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാം ക്ലോസ് ചെയ്ത് തുടങ്ങി. മെയിനായിട്ട് ഞാൻ പോകാനുള്ള കാരണം, ഞാൻ ഇവിടുന്ന് സ്വിം സ്യൂട്ടൊന്നും വാങ്ങിയില്ലായിരുന്നു ദുബായിൽ നിന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ നമ്മൾ എത്തിയപ്പോൾ നല്ല ലേറ്റ് ആയതുകൊണ്ട് തന്നെ അതെനിക്ക് ഇവിടുന്ന് കിട്ടിയില്ല. പിന്നെ നമ്മൾ നേരെ വണ്ടിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ചെറിയൊരു ഇടവഴിയിൽ ഒരു ഷോപ്പിങ്ങനെ തുറന്നിരിക്കുന്നത് കണ്ട്. അപ്പോൾ ഭാഗ്യത്തിന് അവിടെ കയറി എനിക്ക് സാധനം കിട്ടി. എന്നിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയി കിടന്നുറങ്ങി. പിറ്റേന്ന് നമ്മളിതാ ഇറങ്ങി. ഇതൊരു വലിയ ഡേ ആണ്, കാരണം ഇന്നാണ് നമ്മൾ ഐലൻഡ് ഹോപ്പിങ്ങിന് വേണ്ടി പോകുന്നത്. ഐലൻഡ് ഹോപ്പിംഗ് എന്താണെന്ന് അറിയാത്തവർക്ക്, നമ്മൾ തായ്ലൻഡ് പോകുമ്പോൾ ഒരു മെയിൻ അട്രാക്ഷനാണ് തായ്ലൻഡിൻ്റെ മൾട്ടിപ്പിൾ ഐലൻഡ്സ്. തായ്ലൻഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഐലൻഡ്സ് ആണ് ഓർമ്മ വരിക. കുറേ കുഞ്ഞു ഐലൻഡ്സ് ഉണ്ടാകും ബ്രോക്കൺ ആയിട്ട് ഇങ്ങനെ. അപ്പോൾ ഐലൻഡ് ഹോപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക്കലി ഒരു 1 day or 2 day ട്രിപ്പ് പോലെ ഇവിടുന്ന് നമുക്ക് ബോട്ട്സ് കിട്ടും. നമുക്ക് ഒന്നെങ്കിൽ റെൻറ്റ് എടുക്കാം, അല്ലെങ്കിൽ നമ്മളൊരു പാക്കേജ് പോലെയൊക്കെ ജോയിൻ ചെയ്തിട്ട് വേറെ കുറേ പേരുടെ കൂടെ ഇങ്ങനെ കയറും. എന്നിട്ട് ഒരു ഐലൻഡിൽ നമ്മൾ അടുത്ത ഐലൻഡിലോട്ട് പോകും.
ഇവിടെ എനിക്ക് എത്ര ഐലൻഡ്സ് ഉണ്ട് എക്സാക്ട്ലി എന്ന് അറിയില്ല, പക്ഷെ നമ്മളൊരു 5 ഐലൻഡ്സ് എന്തോ കവർ ചെയ്തു. ഉപ്പയും ഉമ്മയായിട്ട് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളധികം റിസ്ക് ഒന്നും എടുക്കാൻ നിന്നില്ല. നമ്മൾ പാക്കേജാണ് എടുത്തത്. ആൻഡ് ഓൾസോ ഇവർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ സ്പീഡ് ബോട്ട് അങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നും അല്ല ചൂസ് ചെയ്തത്. കുറച്ചും കൂടെ സട്ടിൽ ആൻഡ് ഇത്തിരിയെങ്കിലും സോഫ്റ്റായിട്ട് വേവ്സിൽ ഇരിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ബോട്ടാണ് ചൂസ് ചെയ്തത്. അത് ഇവരുടെ ലിസ്റ്റിലൊരു ലക്ഷറി ബോട്ടാണ്. ഈവൻ ദോ പിന്നെയും കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷേ ഇതിന് അധികം കുലുക്കുണ്ടാവില്ല, ബാക്ക് പെയിൻ ഉള്ളവർക്കൊന്നും കുഴപ്പമുണ്ടാവില്ല. അതൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ നമ്മളിത് ചൂസ് ചെയ്തത്. കമ്പാരിറ്റീവ്ലി പ്രൈസ് കുറച്ച് കൂടുതലാണ്, ബട്ട് ഇറ്റ് വാസ് ആക്ച്വലി വർത്ത് ഇറ്റ്. ഞാനിതിന് മുന്നേ പോകുന്നതിന് മുന്നേ കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളപ്പം എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് ഇങ്ങനെ ഭയങ്കര കുലുക്കവും ഛർദി വരുന്നതും അങ്ങനെ ഇങ്ങനെയൊക്കെ. നമുക്ക് അൽഹംദുലില്ലാ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല, എല്ലാം സ്മൂത്ത് ആയിരുന്നു. ഇതാണ് കേട്ടോ മായാ ബേ. നമ്മൾ ആദ്യം വന്ന് സ്റ്റോപ്പ് ചെയ്ത സ്ഥലമാണ് മായാ ബേ. ആൻഡ് ദിസ് ഐലൻഡ് ഇസ് ഗോർജിയസ്. എന്ന് പറഞ്ഞാൽ പച്ചപ്പും നീലയും എല്ലാ കളറും കൂടെ വന്നിട്ട് എന്ത് ഭംഗിയായിരുന്നു. ദ വാട്ടർ ഇസ് ടർക്കോയ്സ്. ആൻഡ് സത്യം പറഞ്ഞാൽ നമുക്കിത് എൻജോയ് ചെയ്യാൻ പോലും അധികം സമയം കിട്ടിയില്ല, കാരണം നമ്മൾ അപ്പം തന്നെ അവിടെ നിന്ന് പോകണമായിരുന്നു. മാക്സിമം ഒരു 10-20 മിനിറ്റ്സ് മാത്രമേ നമുക്ക് ഒരു ഐലൻഡിൽ കിട്ടുള്ളൂ. മായാബേന്ന് നമ്മൾ ഇറങ്ങി നേരെ ഫീഫി ഐലൻഡ്സിലേക്കാണ് വന്നത്. ഫീഫി ഐലൻഡും ഭയങ്കര വൃത്തിയാണ്, പക്ഷെ നമ്മളങ്ങനെ ഇറങ്ങിയൊന്നുമില്ല കേട്ടോ. ബോട്ടിൽ തന്നെ ഇരുന്നിട്ടാണ് എൻജോയ് ചെയ്തത്. പിന്നെ ഉപ്പാക്കും ഉമ്മക്കും ഈ ബോട്ടാണ് കൂടുതൽ ഇഷ്ടമായത്. അത് ഞാൻ പറഞ്ഞില്ലല്ലോ, നമ്മൾ ആദ്യം കയറിയ ആ ഒരു ബോട്ടിൽ, വലിയ ബോട്ട് എല്ലാവരുടെയും കൂടെ, അവിടെ നിന്ന് നമ്മൾ അടുത്ത ഐലൻഡിലോട്ട് പോയപ്പോൾ സ്പ്ലിറ്റായി. എല്ലാവർക്കും ഇങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലോങ് ബോട്ട്സ് ആയിരുന്നു. അപ്പം നമ്മുടെ കൂടെ വേറെ 2 ഫാമിലീസും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 3 ഫാമിലീസായിട്ട് ലോങ് ബോട്ടിലാണ് ഫീഫി ഐലൻഡ്സിലേക്ക് പോയത്. ഈ ലോങ് ബോട്ടാണെങ്കിൽ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിൽക്കാൻ പറ്റും, പിന്നെ പുറത്തിരിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയെങ്കിലും ഉപ്പാക്കും ഉമ്മാക്കും എല്ലാം എക്സ്പ്ലോർ ചെയ്യാമല്ലോ. ഇവരിയ്ക്കുന്ന കണ്ടില്ലേ, ലോങ് ബോട്ടിൽ ഇങ്ങനെ ചാരി ഇരുന്നിട്ടാണ് കേട്ടോ നമ്മൾ കുറേ പേരിങ്ങനെ തായ്ലൻഡ് പിക്ചേഴ്സ് ഇടുന്നത് കാണുന്നത്. പിന്നെ ഐലൻഡ് ഹോപ്പിംഗ് പോവുകയാണെങ്കിൽ നിങ്ങൾ സ്കൂബ ഡൈവിങ് മിസ്സാക്കരുത്. എൻ്റെ ഹസ്ബൻഡ് സ്കൂബ ഡൈവിങ്ങിന് വേണ്ടി പോയി. ഞാൻ ആദ്യം മനസ്സിൽ വിചാരിച്ചതായിരുന്നു ചെയ്യണമെന്ന്, പക്ഷെ പിന്നെ സിറ്റുവേഷൻസ് ഒന്നും അങ്ങനെ ആപ്റ്റ് ആയിരുന്നില്ല. അവളൊട്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല, അവൾ ഫുൾ കരച്ചിലായിരുന്നു. ആൻഡ് ദാറ്റ്സ് ആബ്സല്യൂട്ട്ലി ഫൈൻ, കാരണം ദിസ് ഇസ് നോട്ട് ദി എൻഡ് ഓഫ് ദ വേൾഡ്. ഇനിയും നമ്മളിങ്ങനെ കുറേ സ്ഥലങ്ങളിൽ പോകും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അവൾ ഇത്തിരി കൂടെ വലുതായിരിക്കും, എനിക്ക് ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റും. അതുകൊണ്ട് ഇങ്ങനത്തെ സ്മോൾ മൈനർ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും എനിക്കിതൊരു വലിയ കാര്യമായിട്ട് തോന്നാറേ ഇല്ല. ആൻഡ് ഇറ്റ് ഹാസ് നെവർ മെയ്ഡ് മീ ഫീൽ ലൈക്ക് മദർഹുഡ് എന്നെ ഇങ്ങനത്തെ ഒരു രീതിയിൽ മാറ്റിയെന്നോ ഒന്നും എനിക്ക് തോന്നാറില്ല. ഇപ്പോൾ എൻ്റെ ടൈം ഇവളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത് ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ. എനിക്ക് ഇനിയും ചാൻസസ് കിട്ടും, അപ്പോൾ എനിക്ക് ചെയ്യാനും പറ്റും. ഇവരെല്ലാവരും വെള്ളത്തിൽ കിടക്കുന്ന കണ്ടിട്ട് മീൻ കിടക്കുന്ന പോലെയില്ലേ, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഭയങ്കര കോമഡി ആയിരുന്നു ഇങ്ങനെ ദൂരെ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. ബട്ട് ആക്ച്വലി അവർ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡും തർലി എൻജോയ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഈ വാട്ടേഴ്സ് ഭയങ്കര ക്ലിയർ ആയതുകൊണ്ട് നമ്മൾ ഈ ബോട്ടിലിരുന്നിട്ട് താഴോട്ട് നോക്കിയാൽ തന്നെ നമുക്ക് ഫിഷസിനെ കാണാൻ പറ്റും. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് മാത്രം ഇറങ്ങി കുറേ നേരം നോക്കുമ്പോൾ എൻ്റെ ആൾ പോയിട്ട് വരുന്നില്ല, കുറേ നേരമായിട്ടും വരുന്നില്ല. നമ്മളാണെങ്കിൽ കുറച്ച് സ്ട്രെസ്ഡായി, കാരണം ആളെ അടുത്തൊന്നും നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോഴാണ് മനസ്സിലായത് നല്ല ദൂരോട്ട് നീന്തി പോയിട്ടുണ്ടെന്നുള്ളത്. ഈ ഒരു ടൈം ആയപ്പോഴേക്കും അവൾക്ക് കുറച്ച് ക്രാങ്കി ആയി തുടങ്ങി കേട്ടോ, കാരണം അത്യാവശ്യം കുറച്ച് നേരം ഇപ്പം നമ്മൾ ബോട്ടിലൊക്കെ സ്പെൻഡ് ചെയ്തല്ലേ. ബട്ട് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചതും ഇവളുടെ ബിഹേവിയറും നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് നല്ല കച്ചറയായിട്ട് ഫുൾ കരച്ചിലായിരിക്കും എന്നൊക്കെ, പക്ഷേ അവൾ എന്ത് സ്വീറ്റ് ആയിരുന്നു, ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു, പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല, നല്ല മോളെ പോലെയാണ് ഇരുന്നത്, മാഷാ അല്ലാഹ്. എന്നിട്ട് നമ്മളിതാ നേരെ ഇവിടെ ഈ ഐലൻഡിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം എല്ലാ ബോട്ട്സും ഇവിടെ നിർത്തിയിട്ടിട്ട് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ലഞ്ച് ആയിരുന്നു. ഇതൊക്കെ ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പം നിങ്ങളും പാക്കേജസ് ചൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ലഞ്ച് ഇൻക്ലൂഡഡ്, ഫുഡ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതൊക്കെ ചൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിരിക്കും. നമ്മൾ ഈച്ച് ടൈം ഈ ബോട്ടിലോട്ട് തിരിച്ച് കയറുമ്പോഴും അവർ നമ്മൾക്ക് ഇങ്ങനെ ഓരോ ബെവറേജസ് തരുന്നുണ്ടായിരുന്നു. ഒന്നെങ്കിൽ പെപ്സി അല്ലെങ്കിൽ ജ്യൂസ്, വെള്ളം, എന്ത് വേണമെങ്കിലും ചോദിച്ചാൽ അവർ തരുമായിരുന്നു. അവരാണെങ്കിൽ നല്ല ഹെൽപ്ഫുൾ ആൻഡ് കൈൻഡ് ആയിട്ടുള്ള സ്റ്റാഫുമായിരുന്നു. നമ്മളുടെ മെയിൻ ഇൻസ്ട്രക്ടറും ഭയങ്കര പൊളിയായിരുന്നു. ആളെ നമ്മൾ കയറുന്നതിന് മുന്നേ വെറുപ്പിച്ച് നമുക്ക് ഒരുപാട് റൂൾസും സംഭവങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ആളുടെ പണി നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് നല്ല സേഫായിട്ടാണ് നമ്മളെല്ലാവരെയും നോക്കിയത്. അടുത്തത് നമ്മൾ ലാസ്റ്റായിട്ട് ഇപ്പോൾ സൺസെറ്റൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ഐലൻഡിൽ വന്നതാണ്. ആൻഡ് ഈ ഐലൻഡ് എനിക്ക്
ഇത്തിരി കൂടെ ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള വേവ്സ് ആയിരുന്നു. അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലോട്ട് വന്ന് കിടന്നുറങ്ങി. ഇതാണ് കേട്ടോ പിറ്റേ ദിവസം നമ്മൾ ഈ ഒരു റിസോർട്ട് എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ മെയിൻ പരിപാടി ഐലൻഡ് ഹോപ്പിംഗ് അത് കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനി കുറച്ച് റിലാക്സേഷൻ ആവാം. അതിനു വേണ്ടി ഞാൻ മസാജിന് വേണ്ടി വന്നു. എന്താ വ്യൂ അല്ലേ, ബെഡിന് തൊട്ട് ഓപ്പോസിറ്റ് ഇങ്ങനെ ലോട്ടസ് പോണ്ടൊക്കെ. അവരാണ് എനിക്ക് മസാജ് ചെയ്ത് തന്ന മസൂസ് ആൻഡ് ഷീ വാസ് സോ അഡോറബിൾ. ആൾക്ക് ഭയങ്കര നാണമായിരുന്നു വീഡിയോയിൽ വരാനൊക്കെ. ആൻഡ് ദ മസാജ് വാസ് അമേസിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ മസാജൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് റൂമിലോട്ട് പോയി. ചെറുതായിട്ട് വിഷമമൊക്കെ വന്ന് തുടങ്ങുന്നൊരു സമയമാണിത്. കാരണം നമ്മുടെ ട്രിപ്പ് തീരാനായി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. തുടക്കവും എൻഡിങ്ങും എല്ലാം. കാരണം ഇവർ ജോയിൻ ചെയ്തതും തുടക്കത്തിലെ ലാൻറ്റേൺ ഫെസ്റ്റിവലും ഭയങ്കര അടിപൊളിയായിരുന്നു. മാഷാല്ലാ. ആൻഡ് നമുക്ക് ഇനിയും ഇങ്ങനെ ഓരോ ട്രിപ്സ് പോകാൻ പറ്റട്ടെ. നമ്മൾ എന്നിട്ട് ലഞ്ചിന് വേണ്ടിയിട്ട് ഫുഡ് ഓർഡർ ചെയ്തു. ഇതായിരുന്നു നമ്മുടെ റൂമിൻ്റെ പുറത്തുള്ള വ്യൂ. ഇങ്ങനെ മൗണ്ടൻസും ക്ലൗഡ്സും ഒക്കെ ആയിട്ട് അതൊക്കെ നോക്കി നമ്മൾ പുറത്തിരുന്ന് ഒരു വെറൈറ്റിക്ക് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ഡേ 3 ഇൻ ഫുക്കറ്റ് ഇസ് ഓൾമോസ്റ്റ് കമ്മിങ് ടു എൻ എൻഡ്. രാത്രി നമ്മൾ ചിൽവ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നൈറ്റ് മാർക്കറ്റിലോട്ടാണ് പോയത് ഇവിടെ ഫുക്കറ്റിൽ. നമ്മൾ നിൽക്കുന്ന സ്റ്റേ കമല ബീച്ചിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. പക്ഷെ ഭയങ്കര ക്യൂട്ട് ആൻഡ് കുറേ ക്ലോതിങ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ തിരിച്ച് റൂമിൽ പോയി കിടന്നുറങ്ങി. പിറ്റേന്ന് നമ്മൾ പോയത് ഈ ഓൾഡ് ഫുക്കറ്റ് ടൗണിലാണ്. അതും ഒരു മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. കുറേ നല്ല പിക്ചേഴ്സൊക്കെ കിട്ടും. അങ്ങനെ നമ്മുടെ ട്രിപ്പ് ഇതാ കഴിഞ്ഞു. എല്ലാ ടെൻഷനും എന്താ വീണ്ടും തുടങ്ങി. കാരണം നമ്മൾ ഓൾഡ് ഫുക്കറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല ലേറ്റായി. ഉപ്പാനും ഉമ്മാനെയും ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഫ്ലൈറ്റ് കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്നുള്ള അവസ്ഥയിലാണ്. എൻ്റെ ഹസ്ബൻഡ് മാക്സിമം സ്പീഡിൽ ഓടിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ കുറേ സ്ട്രെസ് അടിച്ചെങ്കിലും എല്ലാം കറക്റ്റായിട്ട് നടന്ന് അവരെ നമ്മൾ പറഞ്ഞു വിട്ട് നമ്മൾ അടുത്ത ഫ്ലൈറ്റ് കയറി നേരെ ദുബായിലോട്ട് പോവാണ്. എൻ്റെ ബേബി പാസ് ഔട്ടായി, എൻ്റെ ഹസ്ബൻഡ് പാസ് ഔട്ടായി. ഞാനിങ്ങനെ ഏതോ പൊസിഷനിലൊക്കെ ഇരുന്ന് എങ്ങനെയെങ്കിലും ഉറങ്ങാൻ വേണ്ടി ട്രൈ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കോമെൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ലവ്ഡ് വൺസിന് ഷെയർ ചെയ്യാനും മറക്കണ്ട. ദിസ് വാസ് മൈ ഫസ്റ്റ് ഒഫീഷ്യൽ ട്രാവൽ വ്ളോഗ് സീരീസ് ആൻഡ് ഐ കംപ്ലീറ്റഡ് ഇറ്റ്. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ഡ് ഇറ്റ്. അപ്പോൾ അത്രേ ഉള്ളൂ.